2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് കോൺഗ്രസിനെ സംബന്ധിച്ച് ഒരു ജീവൻ മരണ പോരാട്ടം തന്നെയാണ്. 10 വർഷമായി ഇന്ത്യ എന്ന മഹാരാജ്യത്തെ BJP അടക്കി വാഴുമ്പോൾ 2024 കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ രൂപീകരിക്കപ്പെട്ട ഇന്ത്യ എന്ന സഖ്യത്തിൽ തികഞ്ഞ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നുണ്ട് കോൺഗ്രസ്. അതുകൊണ്ട് തന്നെ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ശക്തമായ മുന്നേറ്റം നടത്തേണ്ടത് കോൺഗ്രസിൻ്റെയും ഇന്ത്യ സഖ്യത്തിൻ്റെയും വളരെ പ്രധാനപ്പെട്ട ഒരു ആവശ്യം തന്നെയാണ്. അതുകൊണ്ട് ജനങ്ങളുടെ മുൻപിലേക്ക് വെക്കുന്ന വാഗ്ദാനങ്ങൾ അത്രമേൽ കരുത്തുള്ളതായിരിക്കും. അതുകൊണ്ട് ജനങ്ങൾക്ക് മുൻപിലേക്ക് വെക്കുന്ന വാഗ്ദാനങ്ങൾ അത്രമേൽ കൃത്യവുമായിരിക്കണം. കോൺഗ്രസ് ഇക്കുറി ന്യായ് പത്ര എന്ന പേരിൽ പ്രകടന പത്രിക അവതരിപ്പിച്ചിരിക്കുകയാണ്. കോൺഗ്രസിൻ്റെ AICCയുടെ അധ്യക്ഷനായ മല്ലികാർജ്ജുന ഖാർഗെയും സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും കൂടെ ചേർന്നാണ് ന്യായ് പത്ര പ്രകാശനം ചെയ്തത്. തൊഴിലില്ലായ്മയും ജാതി സെൻസസിനെയും ഒക്കെ കാര്യമായി പരിഗണിച്ചുകൊണ്ടുള്ള ഒരു പ്രകടന പത്രികയാണ് കോൺഗ്രസ് മുൻപോട്ട് വയ്ക്കുന്നത്. സാധാരണക്കാരായ മനുഷ്യരുടെ സങ്കടങ്ങൾ, സാധാരണക്കാരായ മനുഷ്യരുടെ വികസനം, അത് പാലങ്ങൾക്കോ പടുകൂറ്റൻ കെട്ടിടങ്ങൾക്കോ അല്ല കോൺഗ്രസ് പ്രകടന പത്രികയിൽ കൂടുതൽ പ്രാധാന്യം നൽകിയിട്ടുള്ളത്. സാധാരണക്കാരായ ജനങ്ങളുടെ ക്ഷേമ വികസനത്തിന് കൂടിയാണ്. അതിൽ പാവപ്പെട്ടവർക്ക് സാമ്പത്തികപരമായ സഹായവും ജാതി സെൻസസും വനിതകൾക്ക് പ്രാധാന്യം നൽകുന്ന രീതികളും ഒക്കെ തന്നെയുണ്ട്. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി കോൺഗ്രസ് മുൻപോട്ട് വയ്ക്കുന്ന പ്രകടന പത്രികയിൽ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് അവരുടെ അക്കൗണ്ടിലേക്ക് 1 ലക്ഷം രൂപ എത്തിച്ചു നൽകുന്നു. അതായത് സാമ്പത്തികപരമായി താഴെത്തട്ടിൽ കിടക്കുന്ന ജനങ്ങളെയെല്ലാം ഭദ്രതയിലേക്ക് കൊണ്ടുചെന്നെത്തിക്കുക എന്ന കൃത്യമായ ഒരു പദ്ധതി കോൺഗ്രസ് തങ്ങളുടെ പ്രകടന പത്രികയിൽ വ്യക്തമാക്കുന്നുണ്ട്. 2, കേന്ദ്ര സർക്കാർ ജോലികളിലെല്ലാം 50% വനിതകൾക്ക് പ്രാധാന്യം നൽകുന്നു. അതായത് സ്ത്രീകൾക്ക് കൂടുതൽ തൊഴിലവസരങ്ങൾ ഒരുക്കി കൊടുത്തുകൊണ്ട് സ്ത്രീകളെ മുഖ്യധാരയിലേക്ക് മുൻനിരയിലേക്ക് കൊണ്ടുവരിക എന്ന ഉദ്ദേശം തന്നെയാണ് കോൺഗ്രസിൻ്റെ രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പദ്ധതിയായി പ്രകടന പത്രികയിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. 3, 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി നിരവധി തവണ രാഹുൽ ഗാന്ധി ന്യായ് യാത്രയുടെ ഭാഗമായും അല്ലാതെയും ഒക്കെ വ്യക്തമായി പറഞ്ഞിരിക്കുന്ന ഒന്നാണ്. അത് ജാതി സെൻസസ് ആണ്. ഇന്ത്യയിലെ പട്ടികജാതി പട്ടികവർഗ OBC വിഭാഗത്തിൽപ്പെട്ട ജനങ്ങളുടെ ജാതി സെൻസസ് എടുക്കുന്നു. സാമ്പത്തികപരമായും ജാതിപരമായും സാമൂഹികപരമായും ഒക്കെ താഴെത്തട്ടിൽ കിടക്കുന്ന ജനങ്ങളുടെ സെൻസസ് എടുത്ത് അതിൽ കൃത്യമായ പഠനം നടത്തി ആ പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ജനങ്ങൾക്ക് വ്യത്യസ്തമാർന്ന പദ്ധതികൾ രൂപീകരിക്കും എന്ന ഒരു ഉറപ്പ് കോൺഗ്രസ് നൽകുന്നുണ്ട്. ആ ഉറപ്പ് സാധാരണക്കാരായ താഴെത്തട്ടിൽ കിടക്കുന്ന ജനങ്ങളെ സംബന്ധിച്ച് വലിയ ഒരു ആശ്വാസം തന്നെയാണ്. കർഷകരെയും കോൺഗ്രസ് കാര്യമായി തന്നെ പരിഗണിക്കുന്നുണ്ട്. വിളകളുടെ താങ്ങുവില വർദ്ധിപ്പിക്കുവാനുള്ള തീരുമാനവും നിയമപരമായി വർദ്ധിപ്പിക്കുവാനുള്ള തീരുമാനവും ന്യായ് പത്ര എന്ന കോൺഗ്രസിൻ്റെ പ്രകടന പത്രികയിൽ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. പിന്നീട് ഭാരത് ജോഡോ ന്യായ് യാത്രയുടെ ഭാഗമായി രാഹുൽ ഗാന്ധി സ്ത്രീകൾക്ക് മുൻതൂക്കം നൽകിക്കൊണ്ട് മുൻപോട്ട് വെച്ച 5 പദ്ധതികൾ, ആ പദ്ധതികളും വളരെ വ്യക്തമായി കോൺഗ്രസിൻ്റെ പ്രകടന പത്രികയിൽ പറഞ്ഞിട്ടുണ്ട്. സ്വകാര്യ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ SC, ST, OBC വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്ക് മുൻഗണന നൽകുന്ന പദ്ധതി, ഒപ്പം 25 ലക്ഷം രൂപയിൽ വരെ പണരഹിത ഇൻഷുറൻസ്. അങ്ങനെ വിദ്യാർത്ഥികളെയും കർഷകരെയും സ്ത്രീകളെയും താഴെത്തട്ടിലുള്ള സാധാരണക്കാരായ നിലാരംബരായ മനുഷ്യരെയും ഒക്കെ പരിഗണിച്ചുകൊണ്ടുള്ള ഒരു പ്രകടന പത്രിക. അവിടെ എവിടെയും പാലങ്ങളുടെ വാഗ്ദാനങ്ങളോ കെട്ടിടങ്ങളുടെ വാഗ്ദാനങ്ങളോ ഒന്നും തന്നെയില്ല. അവിടെ ഉള്ളത് സാധാരണക്കാരായ ജനങ്ങൾക്ക് മുൻതൂക്കം നൽകുന്ന തരത്തിൽ, സാധാരണക്കാരായ ജനങ്ങളെ പരിഗണിക്കുന്ന തരത്തിൽ, കർഷകരെയും വിദ്യാർത്ഥികളെയും സ്ത്രീകളെയും ഒക്കെ പരിഗണിക്കുന്ന തരത്തിലേക്കുള്ള ക്ഷേമ പ്രവർത്തനങ്ങളുടെ ഒരു പ്രകടന പത്രികയാണ് കോൺഗ്രസ് മുൻപോട്ട് വയ്ക്കുന്നത്. ഇക്കുറി കോൺഗ്രസിന് ആത്മവിശ്വാസം ഏറെയാണ്. ആ ആത്മവിശ്വാസത്തിന് കരുത്തു പകരുന്നത് ഇന്ത്യ എന്ന മഹാസഖ്യം തന്നെയാണ്. ഇന്ത്യ സഖ്യത്തിന് 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മികച്ച മുന്നേറ്റം നേടേണ്ടത് വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകം തന്നെയാണ്. അതുകൊണ്ട് പല പ്രതിസന്ധികളെയും മറികടന്നുകൊണ്ട് ഈ രാജ്യത്തിൻ്റെ അധികാരത്തിലേക്ക് എത്തേണ്ടത് കോൺഗ്രസിൻ്റെയും ഇന്ത്യ സഖ്യത്തിൻ്റെയും വളരെ പ്രധാനപ്പെട്ട ഒരു ആവശ്യം തന്നെയാണ്. തൊഴിലുറപ്പ് പ്രവർത്തകരെയും പരിഗണിച്ചിട്ടുണ്ട് കോൺഗ്രസ്. തൊഴിലുറപ്പ് പ്രവർത്തകർക്ക് ദിവസവേതനമായി 400 രൂപ വരെ നൽകുവാനുള്ള തീരുമാനവും കോൺഗ്രസ് തങ്ങളുടെ പ്രകടന പത്രികയിൽ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും
ഇത് ഇനി കോൺഗ്രസിനെ സംബന്ധിച്ച് ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നതാണ് വലിയൊരു കടമ്പ. ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും പ്രധാനമായും കോൺഗ്രസിൻ്റെ ശക്തി കേന്ദ്രങ്ങളിലും ദുർബല കേന്ദ്രങ്ങളിലുമെല്ലാം ഇത് കൃത്യമായി എത്തിക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് ഒരു മഹാറാലി സംഘടിപ്പിക്കുവാനുള്ള തയ്യാറെടുപ്പിലാണ് ഇന്ത്യ സഖ്യം, പ്രധാനമായും കോൺഗ്രസ്. കേരളവും കർണാടകയും തെലങ്കാനയും ആന്ധ്രാപ്രദേശും തമിഴ്നാട്ടിലുമൊക്കെ കോൺഗ്രസ് വലിയ പ്രതീക്ഷ വയ്ക്കുന്നുണ്ട്. ഇന്ത്യ സഖ്യം കരുത്തോടുകൂടി തെക്കേ ഇന്ത്യയിൽ നിന്ന് വിജയിച്ചു വരും എന്ന ഒരു ആത്മവിശ്വാസം രാഹുൽ ഗാന്ധിക്കും സോണിയാഗാന്ധിക്കും മല്ലികാർജ്ജുന ഖാർഗെയ്ക്കും ഒക്കെയുണ്ട്. 150 സീറ്റുകളിൽ താഴെ മാത്രമേ BJPയെ വിജയിക്കുവാൻ അനുവദിക്കുകയുള്ളൂ എന്ന് മല്ലികാർജ്ജുന ഖാർഗെ പറയുമ്പോൾ കോൺഗ്രസിന്റെ ഒരു തലമുതിർന്ന നേതാവ് എന്നതിൽ അപ്പുറം താഴെത്തട്ടിൽ സാധാരണക്കാരനായ ഒരു ബൂത്ത് പ്രസിഡന്റിൽ നിന്ന് വളർന്ന് പടർന്ന് പന്തലിച്ചപ്പോൾ ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റിയുടെ ദേശീയ അധ്യക്ഷനായി നിൽക്കുമ്പോൾ അദ്ദേഹത്തിന്റെ കണക്കുകൂട്ടലുകൾ ചിലതൊക്കെ വ്യക്തമാകുന്നുമുണ്ട്. ഇന്ത്യ സഖ്യം അധികാരത്തിലേക്ക് വരുവാനുള്ള സാധ്യത ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് രണ്ടാമത്തെ ഘടകം. എന്നിരുന്നാലും ജനങ്ങളുടെ ക്ഷേമത്തിനും ക്ഷേമ വികസനത്തിനും താങ്ങു നൽകുന്ന, ജനങ്ങളുടെ കണ്ണുനീരൊപ്പുന്ന ഒരു പ്രധാനപ്പെട്ട പത്രിക തന്നെയാണ് കോൺഗ്രസ് മുൻപോട്ട് വച്ചിരിക്കുന്നത്. എന്തായാലും ന്യായ് പത്രിക ജനങ്ങളിലേക്ക് മഹാറാലിയിലൂടെ എത്തുമോ, അത് തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ പൂർവാധികം ശക്തിയോടുകൂടി ജനങ്ങളിലേക്ക് തന്നെ എത്തുമോ എന്നൊക്കെ അറിയുവാൻ ഇനിയും ദിവസങ്ങൾ ബാക്കിയുണ്ട്. എന്തായാലും തികഞ്ഞ ആത്മവിശ്വാസത്തോടു കൂടി തന്നെയാണ് കോൺഗ്രസും ഇന്ത്യ സഖ്യവും 2024 ഒരു വലിയ പോരാട്ടത്തിന് തയ്യാറെടുക്കുന്നത്. വിധി എഴുതേണ്ടത് ജനങ്ങളാണ്. വിധി ആർക്കനുകൂലമാണെന്നറിയുവാൻ ഇനിയും ദിവസങ്ങളേറെയാണ്.